നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡം. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ലോസ് നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഉണ്ടാകും. അതായത് നമ്മൾ കറക്റ്റ് പോയിന്റിൽ എൻട്രി എടുക്കാതെ നമ്മൾ മാർക്കറ്റ് നമുക്ക് ഓൾറെഡി പോയിന്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ചെന്ന് എടുക്കും, അതല്ലെങ്കിൽ മേളിൽ ചെന്നിട്ട് നമ്മൾ ട്രേഡ് പിക്ക് ചെയ്യും. നമ്മൾ ആ ട്രേഡ് പിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് റിവേഴ്സ് സംഭവിക്കും. പിന്നെ നമുക്കൊരു നെക്സ്റ്റ് ട്രേഡ് നമുക്ക് എടുക്കാറാകുമ്പോഴായിരിക്കും ആ മാർക്കറ്റ് കയറി പോകുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ എടുത്ത ട്രേഡുകളിൽ നമ്മൾ ലോസ് സംഭവിക്കുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ആ ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ കൺഫ്യൂഷനിൽ ഇരിക്കുകയും ചെയ്യും. കൺഫ്യൂഷൻ ഇരുന്നിരുന്ന് ട്രേഡ് എടുക്കാതെ പിന്നെ മാർക്കറ്റ് തിരിച്ച് നല്ലൊരു ഹൈക്കിലേക്ക് പോകുമല്ല താഴേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡ് മിസ്സാവുന്നത്. അങ്ങനെ മിസ്സായി ഒരുപാട് ലോസ് സംഭവിക്കുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് റീസൺസ്, അതായത് എവിടെയാണ് നമുക്ക് ലോസ് സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് ഏതൊക്കെ പോയിന്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ള ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ചുള്ള അതായത് പാസ്റ്റ് പെർഫോമൻസിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ ലൈവ് മാർക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. ലൈവ് മാർക്കറ്റ് നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിച്ചു തരികയും ചെയ്യും. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് പാസ്റ്റ് പെർഫോമൻസിലൂടെ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ സാധ്യതകളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അത് ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ ബാർ ചാർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്യാപ്പിലും ഗ്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ നെക്സ്റ്റ് സൈഡ് വേസ്, അതായത് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും ബാർ ചാർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാർ ചാർട്ടിൽ ക്യാൻഡിലിൻ്റെ കളേഴ്സ് മുഖ്യമാണ്. ഈ ക്യാൻഡിൽ നമുക്ക് ആക്ച്വലി റെഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സെല്ലും, ഗ്രീൻ വന്നാൽ ബൈയുമാണ്. ഈ പ്രോപ്പർ ഗ്രീനാണ് ബൈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ട്രെൻഡ് ലൈനിൻ്റെ കളർ മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ താഴത്തെ സോണ് നമുക്ക് താഴെ ഗ്രീൻ ആണെങ്കിൽ മാർക്കറ്റ് ബൈ ആണ്, റെഡ് ആണ് സെല്ല്. റെഡ് നടക്കുന്നിടത്തോളം സെല്ലിനാണ്. ഇതിൻ്റെ ഈ മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ്, ഇതാണ് മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ്. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ താഴത്തെ സോൺ റെഡും ക്യാൻഡിൽ കളർ റെഡും ഈ ട്രെൻഡ് ലൈൻ മാത്രം ഗ്രീൻ ആണ്. മാർക്കറ്റ് റെഡ് സെല്ല് തന്നെയാണ്, ഒരു പുൾ ബാക്ക് അടിച്ചു, പക്ഷെ അവിടെ ഒരു ബൈ ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുകയില്ല. അത് തിരിച്ചിറങ്ങുന്നൊരു മീനിങ് ഉണ്ട്. അപ്പം എടുത്ത പോർഷൻ നമ്മളവിടെ എക്സിറ്റ് അടിക്കുക, തിരിച്ച് രണ്ടാമത് മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പുതിയൊരു എൻട്രി സോഫ്റ്റ് തരും, അവിടെ ചെയ്യിട്ടിരിക്കുകയും ചെയ്യാം. അതൊരു നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് പോകുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് വെക്കാനുള്ള പോർഷൻ ഉണ്ട്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നമ്മൾ വെക്കുമ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. പക്ഷേ അതൊരു പ്രോപ്പർ അപ്പ് പോകാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ബാർ ചാർട്ടിൽ അവിടെ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട്, അതായത് നമുക്കൊരു ഗ്രീനിലേക്ക് കാണിക്കാത്തത്. അതൊരു പുൾ ബാക്ക് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് കുറച്ചുകൂടെ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച്, അതായത് ഒരു പ്രോപ്പർ ഒരു ബൈ അല്ല എന്നാൽ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു മീനിങ് നമുക്ക് ഈ ബാർ ചാർട്ടിലുള്ള കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയറിൽ റിവേഴ്സിന് സാധ്യതയുള്ള സിഗ്നൽസ് ഒക്കെ പെട്ടെന്ന് സിഗ്നൽ തരികയില്ല, അത് റിവേഴ്സ് തിരിച്ചടിക്കാൻ സാധ്യതയാണ് കറക്റ്റ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചിട്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ നമുക്കൊരു ട്രേഡ് പിക്ക് ചെയ്യാൻ സോഫ്റ്റ്വെയറിൽ നിന്ന് വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ മാർക്കറ്റ്, മിനിഞ്ഞാന്നത്തെ മാർക്കറ്റ്, അപ്പോൾ ഇതിന് 1-ാം തീയതി മാർക്കറ്റ് നമുക്ക് നല്ല ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. അതിന് മുമ്പത്തെ മാർക്കറ്റൊക്കെ, അതായത് നമുക്ക് 30th മാർക്കറ്റൊക്കെ നല്ലൊരു ഡൗൺ ട്രേഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ്, പക്ഷേ ഇവിടുന്ന് പ്രോഫിറ്റ് പിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഡൗൺ ട്രേഡ് പോയി. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് സെല്ല് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി ഇവിടുന്ന് റിട്ടേൺ തിരിച്ചു പോയി. പക്ഷേ ഇവിടെ ഒരു ബൈ ട്രേഡ് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നിട്ടില്ല. ഒരു അപ് ട്രെൻഡ് അവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഒരു ബൈ കൺഫേം തരാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങി കയറുക. അപ്പോൾ കൺസോൾട്ടേഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു പ്രോപ്പർ ബൈ തരാത്തത്. പക്ഷേ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് എടുക്കുന്ന ആർക്ക് ഇവിടെ ഒരു ബൈ കിട്ടിയിട്ടുണ്ട്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ട്രേഡ് അവിടെ പിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈസിയാണ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ മനസ്സിലാക്കാൻ. അപ്പം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പോർഷൻ നമ്മൾ പെട്ടെന്ന് കയറി പിക്ക് ചെയ്യാതിരിക്കുക. കൺഫർമേഷൻ, അതായത് സോഫ്റ്റ്വെയറിൽ ഒരു സിഗ്നൽസ്, അതായത് ഈ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, റെഡ് ആണ് സെല്ല്. ഇതിൽ ബാക്കി കളേഴ്സ് മീനിങ് ചെയ്യുന്നത് സൈഡ് വേസ് ആണ്. ഓറഞ്ച്, അതേപോലെ ഹോളോ ക്യാൻഡിൽസ്, വൈറ്റ്, അതേപോലെ ബ്ലൂ കളർ, ഇതൊക്കെ സൈഡ് വേ ക്യാൻഡിൽസ് ആണ് പറയുന്നത്. ഇത് റെസിസ്റ്റൻസ്, ഇത് സപ്പോർട്ടുമാണ്. ഇതിൻ്റെ ട്രെൻഡ് ലൈനിൻ്റെ കളറിന്, ട്രെൻഡ് ലൈനിൻ്റെ ലൈൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നമുക്ക് മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസും തിരിച്ചത് ഓൾറെഡി ഇറങ്ങിയ പോർഷൻ നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടെ നിന്നാണ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് സമയത്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ട്രേഡ് എവിടെ നിന്നാണ്, നെക്സ്റ്റ് എൻട്രി എവിടെ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു പ്രയാസമില്ല. നമുക്ക് ലോസ് ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. ഫസ്റ്റ് നമ്മൾ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത പോർഷൻസിൽ ഇപ്പോൾ ലോങ് ആയിട്ട് അടിച്ച് കയറുന്ന, അല്ല അടിച്ചിറങ്ങുന്ന ക്യാൻഡിൽ, ഇപ്പോൾ പുറകിലേക്ക് ഞാൻ കാണിച്ചു തരാം പെർഫോമൻസ്.
ഇത് നോക്കണം, ഒറ്റയടിക്ക് ഇപ്പം ഈ ലോങ് ക്യാൻഡിൽ അടിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ പിക്ക് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്ന പോർഷൻസിൽ നെക്സ്റ്റ് ക്യാൻഡിൽ പിക്ക് ചെയ്യാതിരിക്കുക. തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി പിന്നെ കയറുന്ന പോർഷനിൽ എടുക്കുക. അഥവാ ഇവിടുന്ന് ഒരുപാട് കയറി റിവേഴ്സ് പോയി കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ്റെ കളർ നോക്കി നമുക്ക് മാർക്കറ്റിനെ ഡൗണിഷ് തിരിച്ചറിയുക. അവിടെ നമുക്ക് ഒരുപാട് ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അട്രെൻഡ് പോയിട്ടുണ്ട്, പക്ഷേ ഈ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ട് നമ്മുടെ സോഫ്റ്റ് സെല്ല് തന്നില്ല, പിന്നെ തിരിച്ച് കയറി. അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട് സൈഡ് വേസിൽ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൗൺ ട്രേഡ് ഉണ്ട്, പക്ഷേ എന്നാലും സോഫ്റ്റ് അവിടെ നോക്കുകയാണെങ്കിൽ താഴെ അവിടെ നമുക്ക് സെൽ ട്രേഡ് തന്നില്ല. പക്ഷേ ഇത് ചെറിയ ട്രേഡിൽ നമുക്ക് സ്കാൽപ്പിംഗ് പോർഷനിൽ, അതായത് 1 മിനിറ്റിൽ നമ്മൾ ട്രേഡ് അവിടെ പിക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ ഈ ഒരു മാർക്കറ്റാണ്. അതായത് 12th സെപ്റ്റംബറിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പണായ മാർക്കറ്റ്, ഗ്യാപ്പിൽ ഓപ്പണായ സൈഡ് വേസ് ഒരു ഉച്ച വരെ നമുക്ക് മാർക്കറ്റ് നടന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബൈ പോയി. പക്ഷെ ആ ഒരു മോർണിംഗ് പോർഷനിൽ സോഫ്റ്റ്വെയർ കറക്റ്റ് അവിടെ ഒരു ഡൗണിഷ് അടിച്ചിട്ട് സോഫ്റ്റ്വെയർ അവിടെ ബൈ തന്നെയാണ് കാണിച്ചത്. ഇപ്പോൾ ഇതൊക്കെ ലൈവ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് നേരം, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സിഗ്നൽ വന്നതിന് ശേഷം കൺഫേം ആകാതെ മാർക്കറ്റ് അടിച്ചിറങ്ങുന്ന സമയത്താണ് തരുന്നതെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്ന്, അതായത് മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക് അടിച്ചതിന് ശേഷം മാത്രം, അതായത് മാർക്കറ്റ് ബാക്ക് അടിച്ചതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. അതിൽ ഞാനൊരു പെർഫോമൻസ് കാണിച്ചിട്ട് ഇപ്പോൾ ഈ സിഗ്നൽ കണ്ടോ, ഇവിടെ ഈ സിഗ്നൽ പെട്ടെന്ന് കൺഫർമേഷൻ വന്നു, അവിടുന്ന് റെസിസ്റ്റൻസ് അപ്പം തന്നെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. പക്ഷെ കൺഫർമേഷൻ ലേറ്റ് ആകുക, അല്ലെങ്കിൽ അടിച്ച് കയറി ാണ് കൺഫർമേഷൻ തരുന്നത്. അവരുടെ മാർക്കറ്റ് തിരിച്ച് ബാക്ക് അടിച്ചതിന് ശേഷമേ നമുക്ക് അവിടെ ഒരു എൻട്രി കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലത്തെ പോർഷൻ നമ്മൾ ആക്ച്വലി ഒരു പുൾ ബാക്കിന്, അതായത് മാർക്കറ്റ് റിട്രേസ് ചെയ്യുക, അതായത് ഒരു 100 പോയിന്റ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു തിരിച്ചൊരു 30 പോയിന്റുകൾ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഒരു പോർഷൻ നെക്സ്റ്റ് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ലോസ് കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബൈ സിഗ്നൽ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അടിച്ച് കയറിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഇവിടുന്ന് ഒരു കയറ്റം കയറി ഈ പോയിന്റ് ഓൾറെഡി കവർ ചെയ്തിട്ട് പിന്നെ തിരിച്ച് അവിടെ ഒരു ഹൈക്ക് അടിച്ച് ലാസ്റ്റ് ഇറങ്ങിയ ശേഷമാണ് പിന്നെ കയറിയിരിക്കുന്നത്. അത് സോഫ്റ്റ്വെയർ ഓൾറെഡി അവിടെ കൺഫർമേഷൻ തന്നിരുന്നില്ല, പക്ഷേ നമുക്ക് അവിടെ ഇവിടെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കും ഇവിടെ ഒരു ട്രേഡ് എടുക്കുകയും ചെയ്യും, തിരിച്ചത് ബാക്ക് അടിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഇവിടെയാണ് പെർഫെക്റ്റ് എൻട്രി വരുന്നത്. പക്ഷേ ഈ എൻട്രി നമ്മൾ ഇവിടെ ഓൾറെഡി ലോസ് കവർ ചെയ്തിട്ടായിരിക്കും പിന്നെ ഇവിടെ ഒരു എൻട്രി കിട്ടുന്നത്. അപ്പം നമുക്ക് ആ എൻട്രി ഓൾറെഡി നമ്മുടെ പ്രോഫിറ്റ് പോവുകയും ചെയ്യും. പിന്നെ നമുക്കൊരു ട്രേഡ് എടുക്കാനും നമുക്ക് മൈൻഡിലൊരു, അതായത് നമുക്ക് ഭയങ്കര ടെൻഷനായി പിന്നെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഇതുപോലത്തെ ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ അടിച്ചു കയറുന്നു, അതായത് ഒറ്റ സെക്കൻഡിൽ വിത്തിൻ ഇങ്ങനത്തെ ഒരു ട്രേഡ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇവിടെ ഒരു കൺഫർമേഷൻ തരാതിരിക്കുന്ന, ഓൾറെഡി ഇത് അടിച്ചു കയറുന്ന, അതായത് പെട്ടെന്നൊരു വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ പ്രോഫിറ്റ് നമുക്ക് കയറുന്നതുകൊണ്ടാണ് അവിടെ ഒരു ട്രേഡ് തിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു കുറേ നേരം നീക്കി കയറി, ഇപ്പോൾ ഇവിടെ സിഗ്നൽ തന്നിട്ടും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, കുറേ നേരം കഴിഞ്ഞാണ് ഇവിടെ കൺഫേം ആയിരിക്കുന്നത്. അതുപോലത്തെ ട്രേഡും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ലോസ് അവോയ്ഡ് ചെയ്ത് നമുക്ക് നല്ലൊരു ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വോളറ്റിലിറ്റി, ഇപ്പോൾ ഇത് ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങി തിരിച്ച് ബാക്ക് കയറി ഇവിടുന്ന് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇതിനകത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ ട്രേഡ് കിട്ടും, പക്ഷേ നമുക്ക് 5 മിനിറ്റ്സിലൂടെ ട്രേഡ് തരാതെ തിരിച്ച് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങാൻ സാധ്യതകളുണ്ട്. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മുടെ സോഫ്റ്റ്വെയറുടെ കറക്റ്റ് നമുക്ക് പോർഷൻ പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലൈവിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.